അയ്യോൾ സഞ്ജു സാംസൺ. അപ്പോൾ നമ്മൾ വളരെയധികം സഞ്ജു സാംസണെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഹ്, വേൾഡ് കപ്പിന് മുന്നേ തന്നെ സഞ്ജു കഴിഞ്ഞ 2024-ൽ 5 മത്സരങ്ങളിൽ നിന്നും 3 സെഞ്ചുറികൾ നേടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിന് പിന്നാലെ വേൾഡ് കപ്പിൽ എല്ലാവരും തന്നെ പറഞ്ഞു സഞ്ജു ടീമിൽ ഇടം പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ന്യൂസിലാൻഡ് സീരീസ് പണി പറ്റിച്ചു. അതിനു മുന്നേ ഗില്ലിനെ കൊണ്ടുവന്ന് ഓപ്പണിങ്ങിൽ ഇറക്കി ഒരു പരീക്ഷണം നടത്തി. അത് വിജയിച്ചില്ല ഇന്ത്യൻ ടീമിന്. വീണ്ടും സഞ്ജുവിനെ കൊണ്ടുവന്നു. പക്ഷേ ന്യൂസിലൻഡ് സീരീസിൽ സഞ്ജു പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് സഞ്ജുവിനെ വീണ്ടും ബെഞ്ചിലേക്ക് മാറ്റി. പിന്നെ സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടിയില്ല. പിന്നീട് നമീബിയക്കെതിരെ അഭിഷേകിൻ്റെ ഗട്ട് ഇഷ്യൂ വന്നപ്പോഴാണ് സഞ്ജുവിന് ഒരു ചാൻസ് ലഭിച്ചത്. ആ മത്സരത്തിൽ സഞ്ജുവിന് ചെറിയൊരു തുടക്കം കൊടുക്കാൻ സാധിച്ചു. നല്ലൊരു തുടക്കമായിരുന്നു. 8 ബോളിൽ 22 റൺസ് കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഗൗതം ഗംഭീർ വീണ്ടും സഞ്ജുവിനെ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഒരവസരം സിംബാബ്വേക്കെതിരെ കൊടുത്തു. അതിന് കാരണം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ എല്ലാവരും തന്നെ വമ്പിച്ച പരാജയമായിരുന്നു. ഒരു സമയത്ത് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളി തോറ്റു എന്നൊരു സാഹചര്യത്തിൽ ലെഫ്റ്റ് ഹാൻഡർമാർക്ക് ഒരുപാടുള്ളത് കൊണ്ട് ഇന്ത്യ തോൽക്കുന്നു എന്നൊരു കാരണത്താൽ സഞ്ജുവിന് വീണ്ടും അവസരം ലഭിച്ചു. സിംബാബ്വേക്കെതിരെയും സഞ്ജു നല്ല രീതിയിൽ തന്നെ കളിച്ചു. പക്ഷേ ഇന്നത്തെ കളി ശരിക്കും വിരാട് കോഹ്ലിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളിയാണ്. കാരണം സഞ്ജു ഈ മുന്നേ നമ്മൾ കണ്ടതാണ് വിരാട് കോഹ്ലിയൊക്കെ 160 റൺസ് പാകിസ്ഥാനെതിരെയൊക്കെ ചേസ് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ ഒരറ്റത്ത് കോഹ്ലി ഉറച്ചു നിന്ന് തന്നെ കളിച്ച് ഇന്ത്യയെ ജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും ആസ്വദിച്ചതാണ്. അതുപോലെ തന്നെ ഒരു ഇന്നിങ്സാണ് ഇന്ന് സഞ്ജു സാംസൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. ഈഡൻ ഗാർഡൻസിൽ സഞ്ജു തുടക്കത്തിൽ മാസ് സിക്സറുമായി ഇറങ്ങിയെങ്കിലും പിന്നീട് നല്ല പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സാണ് എല്ലാം തന്നെ കളിച്ചത്. സഞ്ജു മാസിന് ശ്രമിച്ചില്ല. അതുപോലെ തന്നെ അത് നന്നായി. ഏതായാലും ഇന്ത്യക്ക് നല്ലൊരു താളം കണ്ടെത്താൻ സഞ്ജുവിലൂടെ സാധിച്ചു. ഒരു വശത്ത് വിക്കറ്റ് പോകുമ്പോഴും മറുവശത്ത് സഞ്ജു സാംസൺ നിലയുറപ്പിക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഉറപ്പാണ് സഞ്ജു എന്തായാലും കളി ജയിപ്പിക്കും. ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ എന്നത് കോച്ച് ഗൗതം ഗംഭീറിനും അറിയാം എന്ന് തോന്നുന്നു. അങ്ങനെ സഞ്ജു ഇന്ന് 97 റൺസ് കേവലം 3 റൺസ് അകലെ സെഞ്ചുറി നഷ്ടപ്പെട്ടെങ്കിലും സെഞ്ചുറിക്ക് വേണ്ടിയല്ല അദ്ദേഹം കളിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന് സെഞ്ചുറി എടുക്കാനാണെങ്കിൽ മുമ്പേ മാസ് ഷോട്ടുകൾക്ക് ശ്രമിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നു, ഇന്ന് കളി അദ്ദേഹത്തിലൂടെ തന്നെ ജയിപ്പിക്കണമെന്ന്. അവസാനത്തെ ഷോട്ടും സഞ്ജു ഫിനിഷസ് ഓഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ധോനിയെ കൊണ്ട് നമ്മൾ മുമ്പേ പറയുമായിരുന്നു. അതുപോലെ തന്നെ സഞ്ജു ഫിനിഷസ് വിത്ത് സ്റ്റൈൽ. അങ്ങനെ വലിയൊരു മാസ് 6ഉം പിന്നെ ഒരു 4ഉം കൂടി അടിച്ച് സഞ്ജു കളി ജയിപ്പിച്ച് മണ്ണിൽ കിടന്ന് വളരെയധികം വിഷമത്തോടെ സന്തോഷിക്കുന്ന ഒരു കാഴ്ച, വളരെയധികം സന്തോഷിക്കുന്ന ഒരു ഇമോഷണൽ ഇത് നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചു. സഞ്ജുവിൻ്റെ ഏറ്റവും വലിയൊരു ഇന്നിങ്സാണിത്. അപ്പോൾ ഈ ഇന്നിങ്സ് സഞ്ജുവിനെ ഇനിയും ഇന്ത്യൻ ടീമിൽ തുടർച്ചയായ അവസരം ലഭിക്കാൻ കാരണമാകും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള സെമി ഫൈനലിലും സഞ്ജുവിനെ തിളങ്ങാൻ